ഹായ്, നമ്മൾ അങ്ങനെ എമ്പുരാൻ പോയി കണ്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടു. പടം കുഴപ്പമില്ലാത്തൊരു പടം തന്നെയാണ്. നമ്മൾ ഓവർ ഹൈപ്പൊന്നും നമ്മൾ പ്രതീക്ഷിച്ചോ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ടോ പോയൊരു പടം അല്ലാതിരുന്നുകൊണ്ട് പടം ഓക്കെ, നല്ലൊരു പടമായിട്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് കാണാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നിയൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആന്റണി പെരുമ്പാവൂർ സാറിനെ ശരിക്കും പറയാൻ അതിനകത്ത് ആവശ്യമുണ്ടായിരുന്നു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാലേട്ടനെ ഗോവർദ്ധനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇത്രയോടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ബാക്കിയെല്ലാം ഓവറോൾ എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിന്റെ വ്യാജ പതിപ്പ് കാര്യങ്ങളൊക്കെ ഇറങ്ങി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എപ്പോഴും ആ പടം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വ്യാജ പതിപ്പൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇതുണ്ട്. പിന്നെ പടത്തിനെ ഡീബാർ ചെയ്തു എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ന്യൂസൊക്കെ നമ്മളെ വളരെ ഖേദിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയല്ലേ. ഒരു പടം അതൊരു പടത്തിൻ്റെതായുള്ള ഒരു വൈബിൽ തന്നെ എടുക്കണം, അതിനെ വേറൊരു ഫീൽ എടുക്കരുത്. പടം എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ കലാസൃഷ്ടി കൊണ്ടാണല്ലോ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന നീച പ്രവർത്തികൾക്ക് എതിരെയൊക്കെ നമുക്ക് കലാസൃഷ്ടികൾ വഴിയാണ് നമുക്ക് റിയാക്ട് ചെയ്യാൻ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 പാട്ട് കിട്ടും, നല്ല ഊക്ക് ഊക്കുന്നുണ്ട്, ഇല്ലാന്നും പറയാൻ പറ്റില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. സോ അതിൻ്റെ നെഗറ്റീവായിട്ട് എടുത്തിട്ട് ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള ലെവലിൽ ഒരിക്കലും ആ പടത്തിനെ എടുക്കാതിരിക്കുക, അത് തന്നെയായിരിക്കും നല്ലത്. അതിനൊരു ഫിലിമായിട്ട് തന്നെ ഉൾക്കൊള്ളാനുള്ള മനോഭാവം കാണിക്കുക എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യം തന്നെയായിരിക്കും. എനിക്ക് ഇത്രയൊക്കെയാണ് തോന്നിയ കാര്യങ്ങൾ. പിന്നെ ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ട് പോയി റിവ്യൂ പറഞ്ഞ് എന്തിനാ വെറുതെ മോശമാക്കുന്നത്? പടം നല്ലതാണ്, പോയി കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം.